ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്ക്. ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഫില്ലിംഗ് ഉള്ള പലഹാരം പലതരത്തിലുണ്ടാക്കാറുണ്ടല്ലേ. ബ്രെഡ് മൈദ കലക്കിയത്, അല്ലെങ്കിൽ അരി വെള്ളത്തിൽ കുതിർത്ത് അരച്ചോ അരിപ്പൊടി വെച്ചോ, അതും അല്ലെങ്കിൽ ഗോതമ്പ് മാവ് കലക്കിയോ ഒക്കെയാണ് നമ്മൾ ഫില്ലിംഗ് ഉള്ള പലഹാരത്തിന് കവറിങ് കൊടുക്കാറ് അല്ലേ. ഇന്ന് ഞാൻ ഇതൊന്നും അല്ലാതെ റവ കൊണ്ടുള്ള ഒരു കവറിങ്ങോട് കൂടിയ നല്ലൊരു കിടിലൻ പലഹാരമാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇതിന് ഫില്ലിംഗ് സ്പൈസി ആയിട്ട് സ്വീറ്റ് ആയിട്ട് ഉണ്ടാക്കാം. രണ്ടു തരത്തിലുണ്ടാക്കിയാലും ടേസ്റ്റ് ഒന്നിനൊന്ന് മെച്ചാണ്. ഡീപ് ഫ്രൈ ഒന്നും ചെയ്യാതെ ഉണ്ടാക്കുന്ന പലഹാരം ആയതുകൊണ്ട് എണ്ണ അധികം ഉപയോഗിക്കാത്തവർക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെടും. അത്യാവശ്യം ഹെവി ആയതുകൊണ്ട് വൈകിട്ടത്തെ ചായയുടെ കൂടെ സ്നാക്ക് ആയിട്ട് മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്കിത് കഴിക്കാം. റവയുടെ കൂടെ ഒരു ചേരുവ കൂടെ ചേർക്കുന്നത് കൊണ്ട് ഇതിന്റെ കവറിങ്ങിന് പോലും അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം ഈ ഈസി പലഹാരം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. വീട്ടിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇനി ഇതുപോലുള്ള ഒരുപാട് റെസിപ്പികൾ ജാഷീസ് കുക്കിൽ കാണാനും പരീക്ഷിക്കാനും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരും എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യം നമുക്ക് മസാല ഉണ്ടാക്കാം. അതിനായിട്ട് പാൻ ചൂടായാൽ കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. ഓയിലും ചൂടായി വന്നാൽ 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതാക്കി ചോപ്പ് ചെയ്ത് ചേർത്തൊന്ന് വഴറ്റാം. ഫില്ലിംഗ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. ഈ സെയിം മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല. സവാള അത്യാവശ്യം വഴന്ന് സോഫ്റ്റ് ആയി വന്നാൽ 5-6 വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും, 1/4 ടേബിൾ സ്പൂൺ പെരുംജീരകവും ചേർത്ത് നന്നായി അരച്ച് പേസ്റ്റ് ആക്കി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മാത്രം ആദ്യം വഴറ്റിയതിനു ശേഷം പിന്നെ പൊടികൾ സെപ്പറേറ്റ് ആയി ചേർത്ത് മൂപ്പിക്കാം. ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് അരച്ച് ചേർത്താൽ പൊടികളുടെ കുത്ത് സ്നാക്കിൽ തീരെ ഉണ്ടാകില്ല. പിന്നെ എരിവിന് പച്ചമുളകും കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഞാൻ മുളക് പൊടി അത്യാവശ്യം ചേർത്തിട്ടുള്ളത് കൊണ്ട് പിന്നെ ഇത് രണ്ടും വേറെ ചേർക്കുന്നില്ല. ഇത് നന്നായി വഴന്ന് വെളുത്തുള്ളി ഇഞ്ചിയുടെ റോസ്മെല്ലും പൊടികളുടെ കുത്തുമണൊക്കെ മാറി വന്നാല് നിങ്ങൾ ഫില്ലിങ് ചിക്കനോ ബീഫോ ചെമ്മീനോ എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ എളുപ്പത്തിന് വേണ്ടി ട്യൂണാണ് എടുത്തിട്ടുള്ളത്. ഇതാവുമ്പോൾ ടിന്ന് പൊട്ടിച്ച് അതിൽ വെള്ളം ഓയിലോ എന്താണോ ഉള്ളത് അത് ഊറ്റിക്കളഞ്ഞതിന് ശേഷം നേരിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിന്റെ ഒപ്പം ഒരു തക്കാളി കൂടെ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ട്യൂണയിൽ ആവശ്യത്തിന് ഉപ്പുള്ളത് കൊണ്ട് ഇത് നല്ലപോലെ മിക്സ് ആക്കിയതിനു ശേഷം ഉപ്പ് നോക്കിയിട്ട് പോരാത്തത് മാത്രം ചേർത്ത് കൊടുക്കുക. തക്കാളി നല്ലപോലെ വെന്ത് അതിൽ നിന്നും പുറത്തു വരുന്ന വെള്ളം നന്നായി ഒന്ന് വറ്റിച്ചെടുക്കണം. മസാലയിൽ വാട്ടർ കണ്ടന്റ് തീരെ ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ക്യാപ്സിക്കം ഒക്കെ ചേർക്കാം. ഇപ്പൊ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ ലാസ്റ്റ് ഒരു നാടൻ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില അല്ലെങ്കിൽ പിന്നെ മല്ലിയില ചേർക്കാം. 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഇതിന് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായി കവറിങ്ങിനുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനായി ഒരു ബൗളിൽ 2 കപ്പ് റവ എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ റവ എടുത്ത അതേ കപ്പിൽ 1 കപ്പ് തീരെ പുളിയില്ലാത്ത തൈര് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാം. നിങ്ങൾക്ക് തൈരിന് പകരം പാലോ വെള്ളോ ചേർക്കാം. പക്ഷെ തൈര് ചേർത്താൽ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. പിന്നെ മധുരമുള്ള ഫില്ലിംഗ് ആക്കിയിട്ടാണ് ഈ പലഹാരം ഉണ്ടാക്കുന്നതെങ്കിൽ റവയുടെ കൂടെ തേങ്ങാപ്പാൽ ചേർത്താലും നന്നായിരിക്കും. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കുറച്ച് കുറച്ചായി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇഡ്ലി മാവിന്റെ ഒരു കൺസിസ്റ്റൻസിയാണ് ബാറ്ററിന് വേണ്ടത്. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടി 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്താലും നല്ലതായിരിക്കും. ഞാൻ വിട്ടുപോയതാണ് പഞ്ചസാര ചേർക്കാനും നിങ്ങൾ മറക്കാതെ ചേർക്കാട്ടോ. ഇനി റവ ഒന്ന് കുതിരാനായിട്ട് 10 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. 10 മിനിറ്റിന് ശേഷം നോക്കിയാൽ ബാറ്റർ ഒന്നുകൂടെ തിക്കായി വന്നിട്ടുണ്ടാകും. അപ്പൊ 1/4 കപ്പിനേക്കാളും കുറവ് വെള്ളം കൂടെ ചേർത്ത് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. ഇപ്പൊ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് സ്നാക്ക് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ നോൺ സ്റ്റിക് പാത്രം എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ നോൺ സ്റ്റിക് പാത്രം ആയാലും മതി ട്ടാ. അപ്പൊ പെട്ടെന്ന് തന്നെ പണി തീരും. ഞാൻ ഫോട്ടോയിൽ ഒരു വെറൈറ്റി ലുക്കിന് വേണ്ടി ചെറിയ നോൺ സ്റ്റിക് പാത്രം എടുത്തേ ഉള്ളൂ. മാവ് ഇതിൽ ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് മറിച്ചിടാനായി പാനിൽ നെയ്യോ ഓയിലോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മാവ് ഒഴിക്കാം. മാവ് കൂടി പോകണ്ടട്ടാ. പിന്നെ 2-3 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം. അതിന് മുകളിൽ വീണ്ടും കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം.
റവ ആയതുകൊണ്ട് തന്നെ അടിഭാഗം വേവ 2-3 മിനിറ്റ് മതി. പിന്നെ ഫ്ലെയിമും ബർണറിന്റെ വലുപ്പവും അനുസരിച്ച് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നും വരാം. 3-4 മിനിറ്റ് കഴിഞ്ഞാൽ നെയ്യ് സ്പ്രെഡ് ചെയ്ത വേറൊരു പാനിലേക്ക് മുകൾ ഭാഗം കൂടെ വേവാനായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ വേവിക്കുന്നതിന് പകരം ഇഡ്ഡലി ചെമ്പിന്റെ തട്ടില് മാവൊഴിച്ച് ഇടയിൽ ഫില്ലിംഗ് കൊടുത്ത് ഇഡ്ഡലി വേവിക്കുന്നത് പോലെ ആവിയിൽ വേവിച്ചെടുക്കാം. ഞാൻ ആ സെയിം മെത്തേഡിൽ ഒരു സ്നാക്ക് റെസിപ്പി കുറച്ച് മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നു. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുകൊണ്ടാണ് ഇപ്രാവശ്യം പാനിൽ വേവിക്കാന്ന് വിചാരിച്ചത്. ഏറ്റവും ലാസ്റ്റ് ബാക്കിയുള്ളത് കുറച്ച് വലിയൊരു പാനിലാണ് ഉണ്ടാക്കുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഓരോ ഭാഗവും 5-6 മിനിറ്റ് ടൈം വെച്ച് വേവിക്കണമെന്ന് മാത്രം. കവറിങ് കൊണ്ട് മാത്രം ടേസ്റ്റിൽ വളരെയധികം വ്യത്യാസമുള്ള ഒരു സ്നാക്കാണിത്. അപ്പൊ ഇനി ഫില്ലിംഗ് ഉള്ള പലഹാരം ഉണ്ടാക്കുമ്പോൾ സ്ഥിരം കവറിങ്ങിനായി ഉപയോഗിക്കുന്ന ബ്രെഡിനും മൈദയ്ക്കൊക്കെ പകരം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ വീഡിയോയുടെ അടിയിൽ കമന്റായി അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണേ. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമന്റായി തന്നെ അറിയിക്കാട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലുള്ള ഈസി ടേസ്റ്റി വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.